ഹലോ ഹായ് വെൽക്കം ടു എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് റിലേഷൻഷിപ്പിന്റെ എനർജിയാണ്, കറന്റ് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിന്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പം ഇവിടെ ട്രാവൽ ചെയ്ത് വരുന്ന ഒരാളുടെ എനർജിയാണ്. കാണാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്ത് വരുന്ന ഒരാളുടെ എനർജി. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അതായിരിക്കാം. കുറേ നാളായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കാണാതെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം. സംതിങ് ഓൺലൈനിൽ മാത്രമുള്ള കോണ്ടാക്ട്സ് കാര്യങ്ങളായിരിക്കാം ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു വരവ് ഒരു ട്രാവലിങ്ങിലാണ്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പോവാണ് ഈ പേഴ്സൺ എന്നുള്ളതാണ്. അത് നിങ്ങളെ മീറ്റ് ചെയ്യാനും കൂടിയാണ് എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ അതിനെല്ലാം അവരൊരു ബൗണ്ടറിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെയാണ് ഇവിടെ ഉള്ളത്. ഒരു ബൗണ്ടറിയാണ് ഇവർ വെച്ചത്. അത് ഇമോഷൻസിനെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തുറന്നു കാണിക്കുന്നുണ്ടാവില്ല ഇവർക്ക് ഇമോഷൻസ് കാര്യങ്ങളുള്ളത്. ഒരു കിങ്ങിന്റെ എനർജിയിൽ ഈ പേഴ്സൺ ഇരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് ഭയങ്കരമായിട്ടും നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് അതിനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. 3 ഓഫ് സോർട്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഹാർട്ട് ബ്രേക്ക് ആണ് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഹാർട്ട് ബ്രോക്കൺ ആണ്. അവർക്ക് അപ്സെറ്റ് ആവുന്നുണ്ട് സംടൈംസ് ഇവർ. അതുപോലെ ഡിപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇമോഷണലി ഒട്ടും ഈ പേഴ്സൺ ബാലൻസ്ഡ് അല്ല. അവരെ തന്നെ ഓക്കെ ആക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ നോക്കുകയാണെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഇവർ ഒട്ടും ഓക്കെ അല്ല. ഇവർ വളരെയധികം സഫർ ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പം ഇവർ നല്ല രീതിക്ക് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് മെന്റലി അവരൊട്ടും ഓക്കെ അല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണാൻ അവർ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഇവരെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്? വേൾഡ് കാർഡാണ്. അഗെയിൻ കൺഫർമേഷൻ ആണ് നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ഉള്ളത്. ഈ പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് ജീവനാണ്. ഓക്കെ, അതായത് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഈ പേഴ്സൺ ഉണ്ട്. സോ അതിനെ കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളെ കാണാൻ മീറ്റ് ചെയ്യാൻ വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒതുക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരമാകും എന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എപ്പോഴും കോണ്ടാക്ട്സ് വഴി, മെസ്സേജ് ഓർ കോൾ വഴി മാത്രമായിരിക്കാം അടി വഴക്ക് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇനി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വഴക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവാണ്. നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ, ഒരു ട്വിൻ ഫ്ലെയിം ഓർ സോൾമേറ്റ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അത് ഈ പേഴ്സൺ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരോടും തോന്നാത്ത തരത്തിലുള്ള ഫീലിങ്സ് ഈ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. അവർ തന്നെ സ്വയം ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഫീലിങ്സ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. അവരിപ്പോൾ മാരീഡ് പേഴ്സൺ ആണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, അവർക്ക് ഓൾറെഡി ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങളുടെ അടുത്താണ്. ഓക്കെ, അപ്പം അത് അവർ
ഈ പേഴ്സൺ അത് ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അട്രാക്ഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളടുത്ത് മാത്രം ഇതുപോലെ മാറി നിൽക്കാൻ പറ്റാത്തത് എന്നുള്ളത്. അതിന്റെ റീസൺ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. മേ ബി അത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, ഇത് ഒരു റിയൂണിയന്റെ കാർഡും കൂടിയാണ്. നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ റിയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എഗെയിൻ ആ പേഴ്സൺ വരും. ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, മ്യൂച്വൽ അട്രാക്ഷൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ടാകുമ്പം സെയിം ആ പേഴ്സണും ഫീലിങ്സ് ഉണ്ടാകും. ഇനിയിപ്പം ആ പേഴ്സൺ ഒരുപാട് മിസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുന്ന ആ സമയം അതേപോലെ നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വാലിറ്റി ആണ് ഈ ഫീലിങ്സിന്റെ കാര്യത്തിൽ. അതിന്റെ റീസൺ ആണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അതൊരു റിയൂണിയൻ പോസിബിലിറ്റിയും കൂടിയാണ്. പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് കൊടുത്തിട്ടുണ്ടാവുക നിങ്ങളായിരിക്കാം. പക്ഷെ കറന്റ് ഇപ്പം ഈ പേഴ്സൺ ആണ് ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അന്ന് ചെയ്യാത്ത ഹാർഡ് വർക്ക് ഇപ്പം ഈ പേഴ്സൺ ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല. അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇല്ലായ്മ വരുമ്പം വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രോക്കൺ ആണ് അവരുടെ ലൈഫിൽ. അവർ ഭയങ്കരമായിട്ടും സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു ബാലൻസ് ഇല്ലായ്മ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ മാക്സിമം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് മേ ബി ടൈം ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടായിരിക്കാം അവർ ഓക്കെ ആക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് പോയിട്ടുണ്ടാവുക നിങ്ങളുടെ ഭാഗത്തായിരിക്കാം. പക്ഷെ ആ പേഴ്സൺ അന്നേരത്ത് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. പക്ഷെ അതിലും മേലെയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പം നിങ്ങളൊരു സൈഡിലേക്ക് ആയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് ചേസ് ചെയ്തും സ്പൈ ചെയ്തെല്ലാം മടുത്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവർ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി എഗെയിൻ ഇമോഷൻസ് ഒരുപാടുണ്ട്, ഫീലിങ്സ് ഒരുപാടുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് തന്നെ സഫർ ചെയ്യുന്നൊരു എനർജിയാണ്. അതായത് നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല ഒന്നും തന്നെ, ഒരു കാര്യവും തുറന്നു പറയുന്നില്ല. അതായത് ഇപ്പം കോണ്ടാക്ട് ചെയ്തിട്ട് ബ്ലോക്ക് മാറ്റുക, കോണ്ടാക്ട് ചെയ്ത് നിങ്ങളെ സ്റ്റാറ്റസ് ഇട്ടിട്ട് അറിയിക്കുക, അവരുടെ ഇമോഷൻസിനെ അറിയിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഈ പേഴ്സൺ ചെയ്യുന്നില്ല. അവർ കറക്റ്റായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിനകത്തിരിക്കുകയാണ്. ഓക്കെ, അവർക്ക് ഒരുപാട് ഫീലിങ്സ്, ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടികൾ ഉണ്ടെങ്കിൽ പോലും ആ തേർഡ് പാർട്ടികളുടെ പ്രസൻസ് ഒന്നും അവർ സ്വീകരിക്കുന്നില്ല. അതൊക്കെ റിജക്റ്റഡ് ആണ്. അതൊക്കെ റിജക്റ്റ് ചെയ്ത് സ്വയം ഫീലിങ്സിനെ ഇങ്ങനെ ഉള്ളിലൊതുക്കി ഇരിക്കുന്ന ഒരു എനർജി. 2 ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ ഈ പേഴ്സൺ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വാട്സപ്പ് DP ആയിരിക്കാം, സ്റ്റാറ്റസുകളായിരിക്കാം, മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ടായിരിക്കാം, FB അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കാം, നിങ്ങളുടെ അക്കൗണ്ട്സ് എടുത്ത് നോക്കുന്നതായിരിക്കാം. അപ്പം ഇങ്ങനെ അവർ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ. പക്ഷെ എക്സ്പ്രസ്ഡ് അല്ല, ഒന്നും എക്സ്പ്രസ്ഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഒരു ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഒരു വെയിറ്റിംഗ് എനർജി ഈ പേഴ്സൺ കൊടുക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഒരു വെയിറ്റിംഗ് എനർജി ഇവർ കൊടുക്കുന്നുണ്ട്. അത് 10 ഓഫ് സോർട്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് മാത്രം ആയിട്ടൊരു സെപ്പറേഷൻ നടന്നേക്കുവാണ്. ഇതൊരു ടെമ്പററി എനർജിയാണ്, ടെമ്പററി സിറ്റുവേഷൻ മാത്രമാണ്. ഇതിന് മാറ്റമുണ്ടാകും. നമ്മൾ നേരത്തെ 2 ഓഫ് കപ്സിന് എനർജി കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു റിയൂണിയന്റെ കാർഡാണ്. ഓക്കെ, അപ്പൊ ഇത് വെറും ഒരു ടെമ്പററി മാത്രമാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ്. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിനകത്ത് റിയൂണിയൻ സംഭവിക്കും അല്ലെങ്കിൽ ഒരു റിയൂണിയന്റെ കാർഡ് ആണ്. അവര് എഗെയിൻ പ്രപ്പോസ് ചെയ്യും എന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക, അതൊരു പോസിറ്റീവ് കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണ്, ആ സിറ്റുവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം ഒരു ബ്രേക്കപ്പ് സംഭവിച്ചതാണ്. അതൊരു പെയിൻഫുൾ തന്നെയാണ്. അതായത് മനസ്സോടെ നടന്നിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പായി നിൽക്കുന്നത്. 6 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് അവർക്ക് ഇമ്പോർട്ടൻറ്റ്, വാല്യൂബിൾ ആണ്. മേ ബി ഇത് ഫാമിലി ആയിരിക്കാം. സോ അവരുടെ കൂടെ ഇവർ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഓക്കെ അല്ല.
നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഓക്കെ അല്ല, അവരുടെ മനസ്സ് അവിടെയല്ല ഉള്ളത്. പക്ഷെ അവർ മൂവ് ചെയ്ത് അവരുടെ കൂടെ പോവേണ്ടി വരുന്നു. അവർക്കത് ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പേജ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ, ഈ കപ്പ് സ്നേഹത്തിന്റെ അടയാളമാണ്. ഈ ഇമോഷൻസ്, ഫീലിങ്സ് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. പക്ഷെ വായു പൂട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമ്മൾ തുടക്കം മുതൽ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം, ഇൻഫോം ചെയ്യണം, ലൈഫിലെ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇൻഫോം ചെയ്യണം, നിങ്ങളടുത്ത് പറയണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മെയിനായിട്ടും ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കോണ്ടാക്ട് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുന്നതായിരിക്കാം. കാരണം ഇവിടെ ഈഗോ നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു മെസ്സേജ് ആയിരിക്കാം മേ ബി അവർ അയക്കുക. അതുപോലെ തന്നെ ബ്ലോക്കുകളാണെങ്കിൽ ബ്ലോക്ക് അയക്കുന്നതായിരിക്കാം. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് വഴി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇത് പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക. പേജ് ഓഫ് സൂട്ട്സിന്റെ എനർജി എഗെയിൻ കൺഫർമേഷൻ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, ഇതൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചറിയുക അല്ലെങ്കിൽ അവരായിട്ട് അത് കണ്ടുപിടിക്കുക. അങ്ങനെ സ്പൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു കാർഡിന്റെ എനർജിയാണ്. മീൻസ് ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. പേജ് ഓഫ് കപ്സും പേജ് ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങളെ ബ്ലോക്ക് അഴിക്കുക, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് അഴിക്കുക, മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യുക എന്നുള്ളൊരു എനർജിയാണത്. വളരെ വളരെ പോസിറ്റീവാണത്. അവസാനമായിട്ട് വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ് കിട്ടിയത്. കാലം നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അതായത് സമയം നിങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതാണ്. ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സ്ട്രഗിളിങ് സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ട്, അതിനെല്ലാം ഉള്ളൊരു ഉത്തരം അല്ലെങ്കിൽ അതിനെല്ലാം ഉള്ളൊരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അതായത് ഇതൊരു കർമ്മ റിലേറ്റഡ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ലെസൺസ് എല്ലാം എടുത്തേക്കാം. ഓക്കെ, അതായത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു തിരിച്ചടി ആ പേഴ്സണും കിട്ടിയേക്കാം. അതുപോലെ തന്നെ സമയം നിങ്ങൾക്ക് അനുകൂലമാകും. അതായത് നിങ്ങൾ ഒരു ഹാപ്പി മൊമെന്റിലേക്ക് എത്തും ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ്. സമയം നിങ്ങൾക്ക് നേരെ തിരിയും എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഗുഡ് ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത്. ഓക്കെ, ഇനി യൂണിവേഴ്സ് മെസ്സേജ്. അതിനു മുൻപേ ഈ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എപ്പോഴാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏകദേശം എത്ര ടൈം എടുക്കും എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് സംഭവിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ മെയിൻ നമ്പറായിട്ട് ന്യൂമറോളജിക്കൽ എനിക്ക് 1 എന്ന നമ്പറാണ് കിട്ടിയത്. ബ്ലോക്കേജുകളുണ്ട് ഇവിടെ. ഡെവിൾ കാർഡും അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൻസും പേജ് ഓഫ് വാൻസും ഒക്കെയാണ് വന്നത്. സോ നിങ്ങളുടെ ഇടയിൽ ബ്ലാക്ക് മാജിക് എനർജീസ് ഉണ്ട്, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുന്ന എനർജീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ക്ലിയർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് കാര്യം ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആവാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ. എങ്കിൽ ഈ ബ്ലാക്ക് മാജിക് എനർജീസ് എല്ലാം മാറിപ്പോകും. അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ബ്ലാക്ക് മാജിക് എനർജീസ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കൈകടത്തലുണ്ട്. സോ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ 1 എന്ന നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. അത് 1 month or 1 year ആകാം. കാരണം കുറച്ച് ഡിലേ ആയിട്ടാണ് കാണുന്നത്. ഡെവിൾ കാർഡ് വരുമ്പോൾ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. അതായത് സ്ട്രോങ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി അല്ല, അതിൽ നിന്നും ആ കൺട്രോളിൽ നിന്നും മാറി വരുന്നത് ഈസി അല്ല. സോ അതുകൊണ്ട് തന്നെ ഡിലേ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി സോഡിയാക് സൈൻ നോക്കാം. യൂണിവേഴ്സ് മെസ്സേജ് ഒന്ന് നോക്കാം. നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ്. പേജ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ്. ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നല്ല രീതിക്ക് എന്നെ ചിന്തിക്കുക. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് ടൈം എടുത്തോളൂ, ടൈം എടുത്ത് ചിന്തിക്കൂ, എന്നിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക, ആക്ഷൻ എടുക്കുക എന്തൊരു കാര്യത്തിലും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി കിട്ടും. നിങ്ങൾ വളരെ ഒരു
ഒരു ഗുഡ് ലൈഫ് അത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് എന്നുള്ള ഗൈഡൻസ് ഉണ്ട്. അതായത് ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. സോ ആക്ഷൻ എടുക്കുന്നതിന് മുൻപേ ചിന്തിക്കുക. ഇതാണ് മെയിൻലി നിങ്ങൾക്ക് വന്നിട്ടുള്ള ഗൈഡൻസ് ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി സോഡിയക് സൈൻ നോക്കാം. ജെമിനി, ലിബ്ര അഗെയിൻ, ഏരിയസ്, സ്കോർപിയോ, ജെമിനി, ഏരിയസ്, വിർഗോ, കാപ്രിക്കോൺ, ലിയോ, ജെമിനി, സ്കോർപിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, ജെമിനി ആൻഡ് ടോറസ്. ഇനി ക്ലൂസ് നോക്കാം. Letter J number 1, 21, letter F 19, letter N, letter F 48, 30, letter I 48, letter S 32, 51, letter A 32, 48, 36, 58, 35, 39, letter B 27, letter X 53, 10, letter D 13, 3, letter S 23, 33, 50, 29, letter A. ഓക്കെ, നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.